ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ മലയാളത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. പുതിയ ടെസ്റ്റാണ്. ടെസ്റ്റ് അവൈലബിൾ ആയിട്ടില്ല. നമ്മൾ നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത്ര ക്ലിയർ ഉണ്ടാവത്തില്ല ടെസ്റ്റ്. എന്നാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ മഴയോ മഴ. ഇതാണ് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. 6 ചാപ്റ്റേഴ്സാണ്. അവരിത് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. മഴ. മഴയെക്കുറിച്ചാണ്. മഴയോ മഴ. ഇതാണ് ഫസ്റ്റ് പേജ് വരുന്നത്. കുറെ കുട്ടികൾ മഴയത്ത് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. മഴ 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 പെയ്യണ്, പുഴ പുഴ നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള്, മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്, മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള് അപ്പൊ മഴയെക്കുറിച്ച് പറയുന്നതാണ്. മഴ നനയാൻ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും മഴ നനയുന്നത്. മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മഴയത്ത് ഇറങ്ങി കളിക്കാറുണ്ട് അല്ലേ? അമ്മ അപ്പോൾ വഴക്ക് പറഞ്ഞ് ഓട്ടിക്കാറും ഉണ്ടാവും അല്ലേ? അപ്പൊ ഒന്നുകൂടി നോക്കാം. മഴ 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 പെയ്യണ്, പുഴ നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്, മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്, മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള് ഓക്കെ. ഇവിടെ ഒരു കുടയുടെ പടം വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാനൊരു പടം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു കുടയുടെ പടം വരയ്ക്കാനാണ്. അതിൽ കൊടുത്തിരിക്കുന്ന പിക്ചറാണ്. അടുത്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ കണ്ടെത്താൻ. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. എന്താണ്? ഒരു കടങ്കഥയാണ്. കുട. കൂടുതൽ കടങ്കഥ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കാലൊന്നുണ്ട് നടക്കില്ല. അതെന്താണ്? കുട. കാലു പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ. അതിന്റെ ആൻസർ കുട. മുത്തശ്ശിയുടെ പൊട്ടിച്ചിരിയും പേടിപ്പിക്കുന്ന മിന്നലും ഇടിയും. ഇത്ര എന്താണ്? മഴ. ഓക്കെ. മഴയും കുടയുമായി ബന്ധപ്പെട്ടുള്ള കടങ്കഥയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത് നോക്കാം. പറയുമ്പോൾ മഴ പെയ്യുമോ? കുറിപ്പ് വായിക്കാം, പരീക്ഷണം ചെയ്യാം. പരീക്ഷണം നടത്താനാണ്. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തിവെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. കുപ്പി ഭദ്രമായി അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക. പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക. എന്ത് സംഭവിക്കും? അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. നമ്മൾ മിനറൽ വാട്ടർ വെള്ളമായി വാങ്ങുന്ന കുപ്പി ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിന്റെ താഴ്ഭാഗത്ത് കുറേ സുഷിരങ്ങൾ ഇടുക. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്തും ചെറിയൊരു സുഷിരം ഇടുക. എന്നിട്ട് വെള്ളം നിറയ്ക്കുക. എന്നിട്ട് കുപ്പി അടയ്ക്കുക. അടച്ചതിന് ശേഷം കുപ്പിയുടെ സൈഡിലൊരു സുഷിരം ഇട്ടില്ലേ, അത് അമർത്തിപ്പിടിച്ചിട്ട് വയ്ക്കുക. അതിൽ നിന്ന് ഈ കൈ അങ്ങോട്ട് നീക്കുമ്പോഴത്തേക്ക്, വിരൽ മാറ്റുമ്പോഴത്തേക്ക് മഴ പെയ്യും പോലെ വെള്ളം ഇങ്ങനെ വീഴുന്നത് കാണാം. വീണ്ടും ആ സുഷിരം അടയ്ക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? വെള്ളം വരില്ല. എന്താണ്? അത് എയറായിട്ടുള്ള സാന്നിധ്യം വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ സമ്മർദ്ദം കൊണ്ട് വെള്ളം താഴോട്ട് വരികയും ആ സുഷിരം അടയ്ക്കുമ്പോഴത്തേക്ക് എയറിൻ്റെ സാന്നിധ്യം ഇല്ലാതാവുകയും അതപ്പോഴെന്തോ ചെയ്യുന്നു? വെള്ളം വീഴാതിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഓക്കെ. നോക്കൂ. ഇന്നലെ പെയ്ത മഴ.
അതൊരു പെരുമഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ട്, ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു, വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചുപോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി. പക്ഷെ എന്തു ചെയ്യാം, എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. ഇതൊന്ന് അഭിനയിക്കാൻ, അടുത്ത് തന്നിരിക്കുന്നത് അഭിനയിക്കാനാണ്. വിറയണ്, വിറയ്ക്കുന്നത് എങ്ങനെയെന്ന്, നനയണ്, കുളിര് കോരുന്നത് എങ്ങനെയെന്നൊക്കെ അഭിനയിക്കാനാണ്. നോക്കാം. അപ്പൊ മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം, നല്ല ശക്തമായ മഴയാണെങ്കിൽ മഴയ്ക്ക് മുമ്പ് നല്ല കാറ്റുണ്ടാവും, ഇല്ലേ? ആകാശം മൊത്തം ഇരുണ്ട്, മൊത്തം കാർമേഘം എല്ലാം ഇരുണ്ടിട്ടുണ്ടാകും. പിന്നെ എന്താണ്, ശക്തമായ കാറ്റില് മരങ്ങൾ ആടി ഉലയുന്നുണ്ടാവും. പിന്നെ വലിയ ഇടിയും മിന്നലും ഒക്കെ മഴയുടെ കൂട്ടുകാരാണ്, അതുണ്ടാവും. അപ്പൊ മൊത്തത്തിൽ നമുക്കൊരു പേടി തോന്നും. സന്ധ്യക്കാണെങ്കിൽ കുറച്ചുകൂടെ, അല്ലേ? ചിലപ്പോൾ മഴ പെയ്തോണ്ടിരിക്കും, ചിലപ്പോൾ കുറെ നേരം പെയ്തതിന് ശേഷം തോരും, പിന്നെയും കുറെ കഴിയുമ്പോൾ വീണ്ടും പെയ്യും, പിന്നെയും അങ്ങനെ വിട്ടുള്ള മഴയായിരിക്കും. അപ്പോൾ മഴ പെയ്യുമ്പോഴത്തേക്ക് പിന്നെ എന്താണ്, നല്ല തണുപ്പുണ്ടാവും, അല്ലേ? ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും. ആ ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മഴ പെയ്യുമ്പോഴത്തേക്ക് ഫുള്ളും വെള്ളം കൊണ്ട് നിറയും. പല സ്ഥലത്തു നിന്നും വെള്ളം, ഉയർന്ന സ്ഥലത്ത് നിന്നൊക്കെ വെള്ളം ഒഴുകി താഴ്ന്ന സ്ഥലത്തേക്ക് വരും. അപ്പോൾ അവിടെയുള്ള ചപ്പുചവറുകളെല്ലാം ഈ മഴവെള്ളം ഒലിപ്പിച്ചു കൊണ്ട് വരികയായിരിക്കും ചെയ്യുന്നത്. എല്ലാ അഴുക്കുകളും ഒക്കെ കൊണ്ടായിരിക്കും വരുന്നത്. ഇവിടെ എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞ് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ടെന്ന് പറയാം. ഓക്കെ. മഴ പെയ്യുമ്പോഴത്തേക്കുണ്ടാകുന്ന പ്രത്യേകത എന്തൊക്കെയാണ്? മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുളും, ശക്തമായ കാറ്റ്, മരങ്ങൾ ആടിയുലയും, വലിയ ഇടിയും മിന്നലും വന്നു ചേരും, അല്ലേ? അടുത്ത് നോക്കാം. ഞാനും മഴയും, ഒരു മഴ അനുഭവം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ ഞാൻ ഇതാ ഒന്ന് ചെറുതായിട്ടുള്ള ഒരു പോർഷൻ തന്നിട്ടുണ്ട്. നോക്ക്. ഞാൻ 8 വയസ്സുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് അറിയാമോ? മഴ. അതാണ് മിക്ക കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, മഴ തന്നെയായിരിക്കും. മഴ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഉല്ലാസം നിറയുന്നു. ടപ്പ് ടപ്പ്, തെരുവിൽ ഒരു തുള്ളി വീഴുന്നു, പിന്നെ 2, 3, ഒടുവിൽ വലിയൊരു പെയ്യൽ. അമ്മേ, ഞാൻ പുറത്തോട്ട് പോകട്ടെ. അമ്മ മഴ നനയരുതേ എന്ന് പറയും. മഴ നനഞ്ഞാൽ അസുഖം വരുമെന്ന്. എന്നാലും അമ്മ കാണാതെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങും. പേപ്പർ വള്ളങ്ങൾ ഉണ്ടാക്കി ഇടാറുണ്ട്. എന്ത് രസമാണെന്നോ അത് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നത് കാണാൻ, അല്ലെ? പേപ്പർ കൊണ്ട് വള്ളങ്ങൾ ഉണ്ടാക്കി വെള്ളത്തിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഈ വെള്ളത്തില് ഈ പേപ്പർ വള്ളം ഒഴുകിപ്പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്, അല്ലേ? അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അടുത്ത മഴച്ചൊല്ലുകൾ കണ്ടെത്താം. ഒരു മരത്തിന്റെ ചുവട്ടില് 2 കുട്ടികൾ നിൽക്കുന്ന ഒരു പിക്ചറാണ്. മഴ തോർന്നാലും മരം പെയ്യും, ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ? അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം. മഴ പെയ്താലും മരം പെയ്യും എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും മഴത്തിൽ വെള്ളത്തുള്ളികൾ ഉണ്ടാവും, അത് താഴോട്ട് വരും. ചെറിയ മരമൊക്കെ ആണെങ്കിൽ നമ്മളത് കുലുക്കി നോക്കിയാൽ മഴ പെയ്യും പോലെ തന്നെ ആ വെള്ളവും താഴോട്ട് വരും. അപ്പോൾ ഒരു മഴച്ചൊല്ലാണത്, മഴ തോർന്നാലും മരം പെയ്യുമെന്ന്. അതേപോലെ മഴച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, 4-5 ഞാൻ തന്നിട്ടുണ്ട്. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി, തുലാപ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പൊത്തിലുമിരിക്കാം, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും, 1000 വെയിലാവാം അരമഴ വയ്യ, മകീരത്തിൽ മതി മറന്നു പെയ്യണം, മഴയുമില്ല വിളയുമില്ല. എന്നൊക്കെ
ചിങ്ങത്തിലെ മഴ ചിണുങ്ങി തുലാപ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പൊത്തിലും ഇരിക്കുക. മകയിരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. 1000 വെയിലാവാം അരമഴ വയ്യ. മകീരത്തിൽ മതിമറന്നു പെയ്യണം. മഴയുമില്ല വിളയുമില്ല. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചതെന്ന്. മഴയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തില് ഒരു മഴപ്പാട്ടാണ്, അതൊന്ന് വായിക്കുക. അതിൽ പുതിയ പുതിയ വാക്കുകൾ കാണുന്നത് നിങ്ങളൊന്ന് അതൊന്ന് പഠിക്കുക. വാക്കുകൾ ഉണ്ടല്ലോ, ഇതിലെ വാക്കുകൾ പുഴ, മഴ, കുട്ടിയോള്, നനയണ്, മഞ്ഞ്, മണ്ണ്, പുതപ്പില്ലാത്ത, ഇതൊക്കെ കുളിരാണ്. ഈ വാക്കുകളൊക്കെ പുതുതായിട്ടുള്ള വാക്കുകളൊക്കെ ഒന്ന് എഴുതി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് കുട വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെന്തോന്നാണ്, കടങ്കഥയാണ് തന്നിരിക്കുന്നത്. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും, കാലൊന്നുണ്ട് നടക്കില്ല കുട, കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ കുട, മുത്തശ്ശിയുടെ പൊട്ടിച്ചിരിയും പേടിപ്പിക്കുന്ന മിന്നലും ഇടിയും. അതിന്റെ ആൻസറും മഴ. പിന്നെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, അതൊന്ന് ചെയ്തു നോക്കണേ. അത് കഴിഞ്ഞിട്ട് മഴയ്ക്ക് മുന്നേ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുളും, ശക്തമായ കാറ്റ് ഉണ്ടാവും, മരങ്ങളെ അത് ആടി ഉലയ്ക്കും, വലിയ ഇടിയും മിന്നലും കൂടെ ഉണ്ടാവും. ഓക്കെ, അത് കഴിയുമ്പോൾ മഴ കൂടുതലായിട്ട് പെയ്ത് കഴിഞ്ഞാൽ നിറയെ വെള്ളം ഉണ്ടാവും, നല്ല തണുപ്പും ഉണ്ടാകും. ഓക്കെ, പിന്നെ ഒരു മഴ അനുഭവം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്, അത് എഴുതണം. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട് ഞാൻ. പിന്നെന്തോന്നാണ്, മഴച്ചൊല്ലുകൾ അതും നോക്കി വെക്കുക. 5-6 തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.